ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും. നമ്മൾ ചാമയുടെ അരി വെച്ചിട്ടാണ് ട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. 2 ഗ്ലാസ് ചാമരിയാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചാമരി ഒന്ന് കുതിരാൻ വെക്കാം. അപ്പോൾ അത് കുതിരാൻ വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചിക്കൻ എടുത്തൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. 1/2 കിലോ ചിക്കനാണ് ട്ടോ നമ്മൾ എടുക്കുന്നത്. അതിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ പകുതി നമ്മൾ പിഴിഞ്ഞൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം, നന്നായിട്ടൊന്ന് മാരിനേറ്റ് ആവാനായിട്ട്. അതിന് ശേഷം ഒരു പാൻ വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ ചിക്കൻ ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ, കാരണം ഇത് കഴിഞ്ഞ് നമുക്കൊന്നും കൂടി വേവിക്കാനുള്ളതാണ്. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ബിരിയാണിക്കുള്ള സവാള അരിഞ്ഞു വെച്ചേക്കുന്നത് വറുത്തെടുക്കാം. അതിന് ശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ ബിരിയാണിക്കുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം വേറൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ഈ ഉപയോഗിച്ച വെളിച്ചെണ്ണ തന്നെ നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റി അതിനകത്ത് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. സെയിം ഓയിൽ എടുക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ മസാലയും മറ്റു കാര്യങ്ങളൊക്കെ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആ സെയിം ഓയിൽ തന്നെ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കും. എന്നിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്ത് ബാക്കി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടാം. ഈ ഉപ്പിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴന്ന് വന്ന സമയത്ത് നമുക്ക് തക്കാളി കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി വഴന്ന് വന്നു കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ മസാലക്കൂട്ട് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ പീസ് ചേർത്ത് നന്നായി മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോഴേക്കും വേവ് പാകമായിട്ടുണ്ടാവും. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ഉരുളി വെക്കാം. അത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്ത് ഏലക്കായ, ഗ്രാമ്പു, പട്ട എന്നിവ ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്തിട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ കുതിർത്ത് വെച്ച ചാമരി ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ചാമയുടെ അരി ആയതുകൊണ്ട് ഒരു വെറൈറ്റി ബിരിയാണി ആയിരിക്കും. നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. സാധാരണ നമ്മൾ ബസുമതി അരി വെച്ചല്ലേ ഉണ്ടാക്കാറ്. ഇതാകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്കിനി ബിരിയാണി ദം ചെയ്തെടുക്കാം. ഞാൻ മറ്റൊരു ഉരുളി വെച്ചിട്ട് അതിനകത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മീതെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചാമയുടെ അരി അത് ഇട്ട് കൊടുക്കാം. അതിന് മേലെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ട് പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയില്ലേ അതും കൂടി ഇട്ട് അതിൻ്റെ മീതെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് പിന്നെയും അതിൻ്റെ മീതെ കുറച്ച് ചിക്കൻ കറി ഇട്ട് ചാമയുടെ അരി അത് ചെയ്ത പ്രോസസ്സ് പിന്നെ റിപ്പീറ്റ് ചെയ്യുക. ചാമയുടെ അരി ഇട്ട് കൊടുക്കുക. അതിന് മീതെ പിന്നെ നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് അതെല്ലാം ഇട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ മീതെ ഒരു ഇച്ചിരി നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. പിന്നെ ദം ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം ദം ചെയ്യാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ അടിയിൽ വെച്ചിരിക്കുന്ന ചിക്കൻ കറി ഉരുളിയുടെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.